മത്സ്യം ചെയ്യുന്നത് തലയിൽ നിന്നാണെങ്കിൽ മനുഷ്യൻ ചെയ്യുന്നത് ഹൃദയത്തിൽ നിന്നാണ്. മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത് ശരീരത്തിൽ ജീവൻ ഉണ്ടാകുമ്പോഴല്ല, ഹൃദയത്തിൽ മനുഷ്യത്വം ഉണ്ടാകുമ്പോഴാണ്. ഇത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ മനുഷ്യൻ പൈശാചികതയിലേക്ക് പോവുക എന്നതാണ് സംഭവിക്കുന്നത്. അപ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ധർമ്മം നിർവഹിക്കപ്പെടേണ്ടതുണ്ട് ഇവിടെ. ആ ഒരു വലിയ ധർമ്മമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം അത് അവതരിച്ചത് തന്നെ അതിനു വേണ്ടിയാണെന്നാണ്. ഈ റമദാൻ മാസത്തിന്റെ പ്രത്യേകതയായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. അത് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണെന്നതിനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നത് ഷഹറു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്, അതായത് ജനങ്ങൾക്ക് സന്മാർഗമായി ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. അപ്പോൾ ജനങ്ങൾക്ക് സന്മാർഗമായിട്ട് ഖുർആൻ അവതരിച്ചു. അപ്പോൾ ഇങ്ങനെ സന്മാർഗമായി ഖുർആൻ എന്തിനാ അവതരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുർമാർഗവും അതുപോലെ സന്മാർഗവും ഇങ്ങനെ രണ്ട് മാർഗങ്ങളുണ്ട്. പക്ഷിമൃഗാദികൾക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, മനുഷ്യന് പക്ഷേ രണ്ട് മാർഗങ്ങളുണ്ട്. ഇതിൽ മനുഷ്യനാവുക സന്മാർഗത്തിലൂടെ, ദുർമാർഗത്തിലേക്ക് പോയാൽ പിന്നെ മനുഷ്യൻ മൃഗം പോലും അല്ല ആവുക. നേരത്തെ പറഞ്ഞല്ലോ, പൈശാചികതയിലേക്കാണ് മനുഷ്യൻ പോവുക. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ സന്മാർഗം പഠിപ്പിക്കാൻ ഇങ്ങനെ വേദഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ പ്രവാചകന്മാർ, ഇപ്പോൾ ഖുർആൻ പറയുന്നതനുസരിച്ച് മുമ്പും വേദഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രവാചകന്മാരെയും നിയോഗിച്ചിട്ടുണ്ട്. അവരൊക്കെ സന്മാർഗം പഠിപ്പിക്കാനാണ് നിയോഗിക്കപ്പെട്ടത്. ഇങ്ങനെ പക്ഷേ പക്ഷിമൃഗാദികൾക്കിടയിലൊന്നും ഇങ്ങനെ ഒരു നടപടിക്രമം ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷിമൃഗാദികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല എന്നതാണ്. കാരണം അവയെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ പരിശീലനം ആവശ്യമില്ല. പക്ഷെ മനുഷ്യൻ്റെ പ്രത്യേകത അങ്ങനെയല്ല. അത് ഭൂമിയിൽ ജീവിക്കാൻ പരിശീലനം ആവശ്യമുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. കാരണം മറ്റ് ജീവജാലങ്ങളൊക്കെ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവയുടെ ജന്മവാസനയ്ക്കനുസരിച്ചാണ്. എന്ന് പറഞ്ഞാൽ അവയുടെ നേച്ചർ അനുസരിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യനാകുന്നത് അവൻ്റെ നേച്ചർ അനുസരിച്ചല്ല. മനുഷ്യനാവുക കൾച്ചർ അനുസരിച്ചാണ്. ഈ കൾച്ചർ മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള കൾച്ചർ ഇത് പഠിപ്പിക്കലാണ് പ്രവാചകന്മാരുടെ. അതിനാണ് ഈ സന്മാർഗം എന്ന് പറയുന്നത്.